ഹലോ ഗായ്സ്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ഇടുന്നത്. ഒരു മൂവി റിവ്യൂ ഇടാനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ മൂവി റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ ചാക്കോച്ചൻ്റെ ഉന്മാദം മൂവി സിനിമ കണ്ടു. ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെ, ഞാൻ ഒരു ട്രെയിലറോ ടീസറോ ഒന്നും കാണാതെ, നമുക്കിവിടെ സിനി വേൾഡിൻ്റെ അൺലിമിറ്റഡ് കാർഡ് ഉണ്ട്. അപ്പോൾ എന്ത് മലയാളം മൂവി വന്നാലും ഞങ്ങൾ പോയി കാണാറുണ്ട്. ഈ അടുത്ത് ഞാൻ കുറേ മലയാളം മൂവീസ് കണ്ട്, പക്ഷെ ഈ അടുത്തിറങ്ങി എനിക്ക് ഒരു പടവും എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ ചുമ്മാ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് പോയി കണ്ടതാണ്. പക്ഷെ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് ഒന്നാമത് ഹൊറർ എലമെൻറ്റ്സ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞതേ ഇല്ല ഇതിനകത്ത് അങ്ങനെ ഹൊറർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ പോയി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഹൊററും എന്നുവെച്ചാൽ ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു രസമില്ലാത്ത പ്രേതമല്ല കാണിക്കുന്നത്. കൊച്ചു കൊച്ചു സൂപ്പർ നാച്ചുറലായിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന സാധനങ്ങളുണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ ഒന്ന് രണ്ട് സീക്വൻസ് ഞാൻ ശരിക്കും ഞെട്ടി. എൻ്റെ കൂടെ ഉള്ളവരും ശരിക്കും ഞെട്ടി. അവരും ഞെട്ടുന്നത് ഞാൻ കണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് നീ ഞെട്ടിയില്ലേടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറുതായിട്ട് ഞെട്ടി എന്ന് പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും തിയേറ്ററിലുള്ളവരെല്ലാവരും ഒന്ന് ഞെട്ടിയ പടമാണ്. ഞാൻ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഇത് ആരപ്പാ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞ് നോക്കിയത്. ഷാഹി കബീർ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ കണ്ടത്. അപ്പോഴാണ് ഇത് ആരാണ്, ഇങ്ങനെ വേറെ മൂവീസ് ഏതാന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. ജോസഫ്, ഇഴവീർ പൂഞ്ചിര, നായാട്ട്, പിന്നെ റോന്ത്, ഇതെല്ലാം എഴുതിയത് ഇദ്ദേഹമാണ്. അതിനകത്ത് റോന്ത് ഒഴിച്ച് ബാക്കി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവിയാണ്. ഇപ്പോൾ അതിനകത്തുകൂടി എഴുതി ചേർക്കാൻ പറ്റിയ ഒരു അടിപൊളി മൂവിയാണ് ഉന്മാദം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം എനിക്ക് തിയേറ്ററിൽ പോയി കണ്ടാലേ നമുക്ക് ആ ഒരു ഹൊററിൻ്റെയൊക്കെ ആ ഒരു സാധനം, ആ ഞെട്ടിക്കുന്ന സാധനമൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും കുറേ പേര് നെഗറ്റീവ് റിവ്യൂ ഇടുന്നത് കണ്ടു. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ച് പോയിട്ട് അവർക്ക് ആ ഒരു സാധനം കിട്ടിയിരുന്നില്ല എന്ന്. ഞാൻ ആക്ച്വലി ഇത് ഇന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ഇന്നതാണ് അതിൻ്റെ സ്റ്റോറി ലൈൻ ഒന്നും അറിയാതെയാണ് പോയത്. ഞാൻ ഒരു ബേസിക് സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിൽ, ജസ്റ്റ് ഒരു പോലീസ് ഓഫീസർ, പുള്ളിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പോലീസ് ഓഫീസർ പുള്ളിയുടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് വേണ്ടി കുറേ നാൾ ലീവ് എടുത്ത് എഴുതി നോക്കുന്നു. അതൊന്നും സക്സസ് ആവുന്നില്ല. തിരിച്ച് വരുമ്പോഴേക്കും ആ പുള്ളിക്ക് പറ്റുന്ന ഒരു ത്രെട്ട് പുള്ളിയുടെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ കഥയ്ക്ക് പറ്റിയൊരു ത്രെട്ട് കിട്ടുകയും അതിൽ നിന്നൊരു മൂവിക്ക് വേണ്ടി പുള്ളി അതിനെ അന്വേഷിക്കുകയും അത് പുള്ളിയുടെ പേഴ്സണലി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ബേസിക് ത്രെട്ട്. പക്ഷേ അത് പോകുന്നതും കൊണ്ടുപോകുന്നതും ഫസ്റ്റ് ഹാഫ് പോയത് അറിഞ്ഞതേ ഇല്ല. ശരിക്കും കുറേ സീക്വൻസ് എഡ്ജ് ഓഫ് ദ സീറ്റ് ഇരിക്കാൻ പറ്റിയ കുറേ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ മേ ബി നിങ്ങൾ എക്സ്പെക്റ്റേഷൻസ് വെച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം, എനിക്കറിയില്ല. ഞാൻ സീറോ എക്സ്പെക്റ്റേഷൻസ്. ഞാൻ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് പോലും അറിഞ്ഞില്ല. ജസ്റ്റ് നമുക്കിവിടെ അയർലൻഡിൽ ഞാൻ സിനി വേൾഡിൻ്റെ അൺലിമിറ്റഡ് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പടം ഇറങ്ങിയാലും പോയി കാണും. ആ ഒരു മൈൻഡ് സെറ്റ് പോയി കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു റിവ്യൂ ഇടാമെന്ന്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്, പോയി കണ്ടിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. എനിക്കും കൂടി അറിയാൻ വേണ്ടിയാണ്. സോ ബൈ, സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.